എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എടുത്തത് ട്രിഗ്നോമെട്രി ആണ് എടുത്തത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്? ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. എന്താണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു then 1 plus tan square x. എന്താണ് 1 plus tan square x? ഏത് സമയത്തും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം 1 plus tan square x ഈക്വൽ ടു എന്താണ്? sec square x. then 1 plus cot square x equal to cosec square x. Okay, trigonometric identities മറ്റു 3 റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. sin square x plus cos square x equal to 1, 1 plus tan square x equal to sec square x, 1 plus cot square x equal to cosec square x. Okay, ഇനി ഞാൻ എന്തായിരുന്നു sin 0? sin 0 0 ആണ്, sin pi 0 ആണ്, sin 2pi 0 ആണ്, sin 4pi 0 ആണ്. അതായത് sin n pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇനി cos 0 എന്താണ്? cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, cos pi -1 ആണ്, cos 2pi എന്താണ്? 1 ആണ്, cos 3pi എന്താണ്? -1 ആണ്. ഓക്കെ, then sin pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin pi by 2 1 ആണ്, sin 3pi by 2 -1 ആണ്, sin 5pi by 2 1 ആണ്. ഓക്കെ, then cos pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, cos 3pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. അതായത് cos ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇനി എന്താണ് sin 30 ഡിഗ്രി അല്ലെങ്കിൽ sin pi by 6? sin pi by 6 ഈക്വൽ ടു 1/2, sin pi by 4 ഈക്വൽ ടു 1/√2. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്നു tan pi by 3 എന്താണ്? ആൻസർ പറഞ്ഞോളൂ. എന്താണ് tan pi by 3? tan pi by 3 ഈക്വൽ ടു √3. ഓക്കെ, ഞാൻ സൈൻ കോസ് ടാൻ ആണ് വാല്യൂസ് എഴുതിയത്. എഴുതി തന്ന പട്ടികയിലുള്ളത് സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. ഇനി സീക്കും കൊസീക്കും കോട്ടും ഒക്കെ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. സൈൻ pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ കൊസീക്ക് ഓഫ് pi by 6 എന്താണ്? സൈൻ pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ pi by 6 ഈക്വൽ ടു 1/2 ആണ്. ദെൻ കൊസീക്ക് ഓഫ് pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/sin pi by 6 ആണ്. അതായത് sin pi by 6ന്റെ സൈനിന്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ 1/2ന്റെ റെസിപ്രോക്കൽ എന്താണ്? 2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളെ. ആ വാല്യൂസ് എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. യൂണിറ്റ് സർക്കിൾ ആണ്. അതാണ് ഈ പോയിന്റ് എന്താണ്? 1 0 ആണ്. ഈ പോയിന്റ് എന്താണ്? -1 0 ആണ്. ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്താണ്? 0 1 ആണ്. ഈ പോയിന്റ് എന്താണ്? -1 0. ഇതെന്താണ്? 0 -1. ഓക്കെ, ഞാനൊരു ഇവിടെ ഒരു പോയിന്റ് എടുത്ത് പി എന്ന പോയിന്റ്, ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണ്. അങ്ങനെയാണ് പിയുടെ ഇത് എ, ബി ആണെങ്കിൽ നമുക്കറിയാം cos x ഈക്വൽ ടു എന്താണ്? cos x ഈക്വൽ ടു എ ആണ്. cos x ഈക്വൽ ടു എ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കും ഇതേപോലെ. ഇത് അങ്ങനെയാണ്. ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് എന്തായിരിക്കും? ഈ പോയിന്റ് എന്തായിരിക്കും? നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ള പോയിന്റ് എ, -b അല്ലേ?
എക്സ് ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് ഇതെന്താണ്? ഇത് മൈനസ് എക്സ് അല്ലേ? എന്തുകൊണ്ടാണ് ഇത് മൈനസ് എക്സ് ആകുവാൻ കാരണം എന്താണ്? ഇത് എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ ഈസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അതായത് ഇവിടെ കിട്ടിയത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എക്സ്. ഓക്കെ, കോസ് എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇനി കോസ് നെഗറ്റീവ് എക്സ് എന്താണ്? കോസ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു ഇതാ കോസ് നെഗറ്റീവ് എക്സ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഇത് എ, ഇത് മൈനസ് ബി ആണ്. ഓക്കെ, അഡ്ജസെന്റ് ബൈ ഇത് 1 ആണ്. അങ്ങനെയാണ് കോസ് നെഗറ്റീവ് എക്സ് എന്ത് തന്നെയാണ്? എ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. എന്താണ്? കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇനി ഞാൻ അടുത്ത റിസൾട്ട് നമുക്ക് നോക്കാം. അടുത്ത റിസൾട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ സൈൻ എക്സ് എന്താണ്? ഈ ഒന്നാമത്തതിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ഡൗട്ട് ഉണ്ടോ? സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. സൈൻ എക്സ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഓഫ് നെഗറ്റീവ് എക്സ്, സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു എന്താണ്? മൈനസ് ബി ആണ്. ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ്. അപ്പൊ നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ് സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. ഇനി നെക്സ്റ്റ് ടാൻ എക്സ്. ടാൻ ഓഫ് നെഗറ്റീവ് എക്സിന് സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് നെഗറ്റീവ് എക്സ്. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ എക്സ് ആണ്. നെഗറ്റീവ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ നെഗറ്റീവ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. അതായത് ഒരു റിസൾട്ട് കൂടി പഠിച്ചു. ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ടാൻ എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 റിസൾട്ട് പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ റിസൾട്ട് സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. രണ്ടാമത്തെ റിസൾട്ട് കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. മൂന്നാമത്തെ റിസൾട്ട് ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടാൻ എക്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് ഞാൻ മയക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ റിസൾട്ട് ഒന്നുകൂടി എഴുതിയെടുക്കാം. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു, നിങ്ങൾ പറഞ്ഞോളൂ, സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു, നിങ്ങൾക്ക് പ്രൂഫ് ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടാൻ എക്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും കൊസീക്ക് ഓഫ് നെഗറ്റീവ് എക്സ് എന്നാണ്. കൊസീക്ക് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് കൊസീക്ക് എക്സ്. then sec of negative x equal to എന്താണ്? sec x ആണ്. ലാസ്റ്റ് റിസൾട്ട് കോട്ട് ഓഫ് നെഗറ്റീവ് എക്സ് എന്താണ്? നെഗറ്റീവ് കോട്ട് എക്സ്. ഓക്കെ, നമ്മൾ 6 റിസൾട്ട് പഠിച്ചു. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ് സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു negative tan x. Okay, then cosec of negative x equal to എന്താണ്? negative cosec x. sec of negative x equal to sec x. then cot of negative x equal to negative cot x. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഈ റിസൾട്ട് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, sin square x plus cos square x equal to 1 plus tan square x equal to sec square x. 1 plus cot square x equal to cosec square x. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചാണ്. ഇനി അടുത്ത റിസൾട്ട് ഇതാ. ഇത് നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. sin pi by 6 എന്താണ്? sin pi by 6. sin pi by, what is the value of sin pi by 6?
സൈൻ പൈ ബൈ 6 ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 6 എന്താണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സൈൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 6. സൈൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 6 ഈക്വൽ ടു നെഗറ്റീവ് സൈൻ പൈ ബൈ 6. ഇതെങ്ങനെയാ സാർ ഇങ്ങനെ എഴുതി എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ റിസൾട്ട് നോക്കുക. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. സൈൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 6 ഈക്വൽ ടു നെഗറ്റീവ് സൈൻ പൈ ബൈ 6 ഈക്വൽ ടു നെഗറ്റീവ് 1/2. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ് ഓഫ് പൈ ബൈ 4 എന്താണ് നിങ്ങളോട് ചോദിക്കുന്നു. ഞാൻ കോസ് ഓഫ് പൈ ബൈ 4. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. എന്താണ് ആൻസർ? 1/√2. കോസ് ഓഫ് പൈ ബൈ 4 ഈക്വൽ ടു 1/√2. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് നെഗറ്റീവ് പൈ ബൈ 4 എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കോസ് ഓഫ് നെഗറ്റീവ് പൈ ബൈ 4. ഓക്കെ, കോസ് ഓഫ് നെഗറ്റീവ് പൈ ബൈ 4 ഈക്വൽ ടു കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് കോസ് എക്സ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് കോസ് എക്സ്. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു നെഗറ്റീവ് കോസ് പൈ ബൈ 4 എന്താണ്? സോറി, ഇത് തെറ്റാണ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. മാറിപ്പോയിട്ടുണ്ട്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ കോസ് ഓഫ് നെഗറ്റീവ് പൈ ബൈ 4 ഈക്വൽ ടു കോസ് പൈ ബൈ 4 ഈക്വൽ ടു എന്താണ്? 1/√2. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ ഓഫ് പൈ ബൈ 3 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാൻ ഓഫ് പൈ ബൈ 3 എന്താണ്? ടാൻ ഓഫ് പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 3 എന്താണ്? ടാൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 3. സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടാൻ എക്സ്. അപ്പോൾ ടാൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 3 ഈക്വൽ ടു നെഗറ്റീവ് ടാൻ പൈ ബൈ 3 ഈക്വൽ ടു നെഗറ്റീവ് √3. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ ടോപ്പിക്ക്, ഈ റിസൾട്ടിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഞാൻ ബോർഡ് മേലെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രന്റ്. SIN അല്ലേ, SIGN, സൈൻ ചിഹ്നം. ഓക്കെ, ഞാനൊരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുന്നത്. ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചു. ഓക്കെ, ഇവിടെ P ഓഫ് A, B എന്നെടുത്ത്. അങ്ങനെയാണ് ഇവിടെ ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് Q ഓഫ് -A, B അല്ലേ? ഇവിടെ എന്താണ്? ഇതേ പോയിന്റ് PQ. R ഓഫ് -A, B അല്ലേ? ദെൻ ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? PQR. S ഓഫ് A, B അല്ലേ? അതായത് ഇവിടെ A > 0 ആണ്, B > 0 ആണ്. ഈ ക്വാഡ്രന്റിൽ A <0 ആണ്, അതേപോലെ B > 0 ആണ്. ഇവിടെ ഈ ക്വാഡ്രന്റിൽ എന്താണ്? A <0 ആണ്, അതേപോലെ B <0 ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? A > 0 ആണ്, B <0 ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ നോക്കിക്കോളെ, സൈൻ എക്സ് എന്താണ്? ഇവിടെ സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? ഒന്നാമത്തെ ക്വാഡ്രന്റിൽ സൈൻ എക്സ് ഈക്വൽ ടു A ആണ്, സോറി B ആണ്. കോസ് എക്സ് ഈക്വൽ ടു A ആണ്. അതായത് ഒന്നാമത്തെ ക്വാഡ്രന്റിൽ ഏത് എടുത്തു കഴിഞ്ഞാലും ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എന്തായിരിക്കും? ഒന്നാമത്തെ ക്വാഡ്രന്റിൽ ഈ ഒന്നാമത്തെ ക്വാഡ്രന്റ് 1 വെച്ച് നമുക്ക് പറയാം സൈൻ എക്സ് B ആണ്, കോസ് എക്സ് A ആണ്. സൈൻ എക്സ് ഈക്വൽ ടു B, സൈൻ എക്സ് ഈക്വൽ ടു, അത് ഡൗട്ട് ഉണ്ടാവും. ഇത് A, ഇത് B. അങ്ങനെയാണ് സൈൻ എക്സ് B/1, B കോസ് എക്സ് A/1. സൈൻ എക്സ് B ആണ്. ഇനി ഇവിടെയാണെങ്കിൽ സൈൻ എക്സ് എന്തായിരിക്കും? B ആണ്, കോസ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ഇവിടെയാണെങ്കിൽ എന്താണ്? സൈൻ എക്സ് -B ആണ്, അതേപോലെ കോസ് എക്സ് എന്താണ്? -A ആണ്. ഈ ക്വാഡ്രന്റിൽ ആണെങ്കിൽ സൈൻ എക്സ് എന്താണ്? -B ആണ്, കോസ് എക്സ് എന്താണ്? A. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്?
ഒന്നാമത്തെ ക്വാഡ്രന്റിൽ, അതായത് ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്നാ ഓൾ പോസിറ്റീവാണ്. ഒന്നാമത്തെ ക്വാഡ്രന്റിലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവാണ്. ഇനി രണ്ടാമത്തെ ക്വാഡ്രന്റിൽ എക്സ് ആക്സിസ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്, രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവാണ്, അതേപോലെ കൊസീക്കും എന്താണ് പോസിറ്റീവാണ്. ബാക്കിയൊക്കെ അതർ ഫങ്ഷൻസ് എന്താണ്, അതർ ഫങ്ഷൻസ് ആർ എന്താണ് നെഗറ്റീവാണ്. ഓക്കെ, അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണ് നെഗറ്റീവാണ്. ഇനി മൂന്നാമത്തതിൽ നിങ്ങൾ നോക്കൂ, സൈനും കൊസീക്കും സീക്കും ഇതൊക്കെ ടാൻ എന്താണ് പോസിറ്റീവ് ആയിരിക്കില്ല. അതെന്താണ് ടാൻ പോസിറ്റീവ്, സൈന് നെഗറ്റീവ്, കോസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് അല്ലേ. അതായത് ഇവിടെ എന്താണ് ടാന്, അതായത് ടാനും കോട്ടും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി അതേഴ്സ് എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ കോസ് എന്താണ് പോസിറ്റീവ് ആണ്, അതേപോലെ സീക്കും എന്താണ് പോസിറ്റീവ് ആണ്. ബാക്കിയൊക്കെ അതേഴ്സ് എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇതൊക്കെ എഴുതിയിട്ട് എന്തൊക്കെയോ എഴുതിയതുപോലെ ഉണ്ട്. നമുക്ക് ഇതിനെ ഞാൻ സിമ്പിളാക്കിയിട്ട് ഞാൻ എഴുതി തരാം. നിങ്ങൾ ഒരൊറ്റ കോഡ് മാത്രം പഠിച്ചാൽ മതി. അതായത് വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ ഡിഫറെന്റ് ക്വാഡ്രന്റ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. 4 ക്വാഡ്രന്റ് ഉണ്ട്. ഓക്കെ, എക്സ് ഡാഷ് വൈ ഡാഷ്. ഓക്കെ, നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോഡ് ഉണ്ട്. ആ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ ഡിഫറെന്റ് ക്വാഡ്രന്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ, ഇവിടെ എസ് ടി സി ഇത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് എസ് ടി സി? എ മീൻസ് ഓൾ പോസിറ്റീവ്. ഓൾ പോസിറ്റീവ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട്. പല സിനിമകളിലൊക്കെ ട്രിഗണോമെട്രി കാണിക്കുമ്പോൾ ഇതാണ് കാണിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പല സിനിമകളിലും ഈ കോഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏതൊക്കെ സിനിമയിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി നിങ്ങൾ അങ്ങനെയൊന്നും വേണ്ട, ASTC എന്ന് പഠിക്കുക, ഓൾ പോസിറ്റീവ്. ഇവിടെ സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ കൊസീക് ഇതെന്താണ് പോസിറ്റീവ് ആണ്. ഇതിന്റെ മീനിങ് എസ് മീൻസ് സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ കൊസീക് പോസിറ്റീവ് ആണ്. ദെൻ അതേഴ്സ് എന്താണ്, അതർ 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണ് നെഗറ്റീവ് ആണ്. അതേഴ്സ് എന്താണ് നെഗറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ടി നിങ്ങൾ പറഞ്ഞോളൂ, ഇവിടെ എന്താണ് ടി എന്തായിരിക്കും? ടാൻ പോസിറ്റീവ്. എന്താണ് ടാൻ പോസിറ്റീവ് ആണ്. അതേപോലെ കോട്ടും എന്താണ് പോസിറ്റീവ് ആണ്. ടാൻ പോസിറ്റീവ് ആണ്, അതേപോലെ കോട്ടും എന്താണ് പോസിറ്റീവ് ആണ്. ബാക്കി അതേഴ്സ് എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി സി മീൻസ്, സി നിങ്ങൾക്കറിയാം സി എന്താണ്? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസും സീക്കും എന്താണ് പോസിറ്റീവ് ആണ്. ബാക്കിയുള്ളതൊക്കെ അതേഴ്സ് എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ASTC ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്. ഇങ്ങനെയൊക്കെ കോഡ് നിങ്ങൾക്ക് ഒരുപാട് കോഡൊക്കെ ഉണ്ട്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്. ഓക്കെ, അങ്ങനെ പല രീതിയിലും കോഡ് പഠിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പഠിക്കും അയ്യോ ഒരാളെ പേരൊക്കെ അവർക്ക് തൂങ്ങി ചത്തേ എന്നൊക്കെ പറയൂ. അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ അയ്യോ ശരത്ത് തൂങ്ങി ചത്തേ എന്നൊക്കെ പറയൂ ചില ആൾക്കാർ. അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കോഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ASTC? ക്ലിയർ ആണോ? ഓക്കെ, ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഗുണം എന്താണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, അതേപോലെ കൊസീക്ക് എന്താണ് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റൂ. ബാക്കിയൊക്കെ നെഗറ്റീവ്. മൂന്നാമത്തതിൽ ടാൻ പോസിറ്റീവ് ആണ്, അതേപോലെ കോട്ട് പോസിറ്റീവ് ആണ്. ബാക്കി സൈൻ
കോസ് സീക്ക് കൊസീക്ക് ഒക്കെ എന്താണ് നെഗറ്റീവ് ആണ്. അടുത്തത് എന്താണ് കോസ് പോസിറ്റീവ് ആണ്, അതേപോലെ സീക്കും എന്താണ് പോസിറ്റീവ് ആണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, ASTC തിരിച്ചു വായിച്ചു നോക്കുക. ആക്ട്സ് എന്ന് വായിക്കാം തിരിച്ച്, അല്ലെങ്കിൽ ASTC ഓൾ സ്റ്റുഡൻറ് ടേക്ക് ചോക്ലേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് sin x equal to 3/5, x lies in second quadrant. ഇതാണ് ക്വസ്റ്റ്യൻ. If sin x equal to 3/5, x lies in second quadrant, find the other 5 trigonometric functions. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ തന്ന ഡാറ്റ ഒന്ന് എഴുതിയെടുക്കുന്നത്. sin x എന്താണ് 3/5 ആണ്. x lies in എന്താണ് x lies in സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, sin x ഈക്വൽ ടു 3/5, x lies in തേർഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക്, അതായത് കൊസീക് എക്സ് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. കൊസീക് എക്സ് ഈക്വൽ ടു എന്താണ് കൊസീക് എക്സ് ഈക്വൽ ടു 5/3 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതെന്താണ് എ, ഇതെന്താണ് എസ്, ഇതെന്താണ് ടി, ഇതെന്താണ് സി. ASTC തൊട്ട് മുന്നേ പറഞ്ഞതാണ്. ഇതുള്ളത് ഈ എക്സ് ഉള്ളത് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇനി sin x 3/5 ആണെങ്കിൽ നമുക്ക് cos x കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. sin square x പ്ലസ് cos square x ഈക്വൽ ടു 1. cos square x equal to 1 minus sin square x, then cos x equal to square root of 1 minus sin square x, then square root of 1 minus 3 square by 5 square. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഈ മെത്തേഡ് അല്ല ചെയ്യുന്നത്. ഇതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. cosec x equal to 5/3 ആണെങ്കിൽ, ഓക്കെ, sin x ഈക്വൽ ടു 3/5 ആണെങ്കിൽ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇവിടെ എക്സ് ഇത് 3 ആണ്, ഇത് 5 ആണ്. ഇതെങ്ങനെയാണ്? sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ എന്താണ് ഹൈപ്പോട്ടനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അല്ലേ? 5 സ്ക്വയർ 25 മൈനസ് 3 സ്ക്വയർ 9, 16. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തത് കോസ് എക്സ് എന്താണ്? കോസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 4/5. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സ് എവിടെയാണുള്ളത്? എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ് എക്സ് നെഗറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എക്സ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ആൻസർ എന്താണ്? നെഗറ്റീവ് 4/5. ഓക്കെ, മൂന്നാമത്തത് കോസ് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് എന്താണ്? ഒരൊറ്റ സ്റ്റെപ്പല്ലേ ഉള്ളൂ. സീക്ക് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 5/4. ഇനി അടുത്തത് നാലാമത്തത് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 3/4. പക്ഷേ ഇത് ഏത് ക്വാഡ്രന്റിലാണ് ഉള്ളത്? ഇത് തേർഡ് ക്വാഡ്രന്റിലാണുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ്? ടാൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 3/4. ദെൻ അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്താണ്? കോട്ട് എക്സ് ഈക്വൽ ടു എന്താണ്? കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 4/3. ഇതിന്റെ റെസിപ്രോക്കലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് പെട്ടെന്ന് കിട്ടിയില്ലേ? ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ ചെയ്തു തരാം. ഇഫ് cos x equal to negative 1/2, x lies in third quadrant. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
if cos x equal to negative 1 by 2 comma x lies in third quadrant, find other 5 trigonometric functions. If cos x equal to negative 1 by 2 comma x lies in third quadrant. Okay, നമുക്കറിയാം cos x equal to negative 1 by 2 ആണെങ്കിൽ sec x എന്താണ്? sec x equal to negative 2 ആയിരിക്കും. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് x lies in third quadrant. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എ എസ് ടി സി തേർഡിൽ നമുക്കറിയാം ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു ഇവിടെ. ഇത് എക്സ്, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോണസ് 1 by 2. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് 1, ഇത് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 4. ഇത് റൂട്ട് 3 അല്ലേ? ഓക്കെ, ദെൻ സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? ഇത് ഇവിടുന്ന് നോക്കി എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് ആണ് ഓപ്പോസിറ്റ് റൂട്ട് 3 ബൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണസ് 2. പക്ഷേ ഇത് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിൽ ഇത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് കൊസീക് എക്സ് എന്താണ്? കൊസീക് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 2 ബൈ റൂട്ട് 3. ഓക്കെ, കൊസീക് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 2 ബൈ റൂട്ട് 3. നെക്സ്റ്റ് ഫോർത്ത് എന്താണ്? ഫോർത്ത് tan x equal to opposite by adjacent root 3 by 1 equal to root 3. ഇവിടെ പോസിറ്റീവ് ആണ് എടുക്കേണ്ടത്. അതിന്റെ കാരണം എന്താണ്? ഈ എക്സ് ലൈസ് ഇൻ എന്താണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. അതുകൊണ്ട് tan x equal to root 3. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 5 എന്താണ്? tan x കഴിഞ്ഞാൽ cot x equal to 1 by root 3. cot x equal to 1 by root 3. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if sec x equal to 13 divided by 5, if sec x equal to 13 divided by 5, comma x lies in fourth quadrant. x lies in fourth quadrant. ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. if sec x equal to 13 by 5, then x lies in fourth quadrant. Okay, sec x 13 divided by 5 ആണെങ്കിൽ cos x ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. cos x എന്താണ്? 5 by 13 അല്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, എ എസ് ടി സി ഫോർത്തിലാണ് ഉള്ളത്. ഫോർത്തിൽ കോസും സീക്കും എന്താണ്? പോസിറ്റീവ് ആണ്. കോസും സീക്കും എന്താണ്? പോസിറ്റീവ്. ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. ഇതിന്റെ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസെന്റ്, അല്ലെങ്കിൽ കോസ് എക്സ് എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് 13, ഇത് 5 ആണ്. ഇത് റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 169 minus 25 144 equal to root 144 equal to 12. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് sin x equal to 12 by 13 അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഐ. പക്ഷെ ഇവിടെ സൈൻ നോക്കണം, നെഗറ്റീവ് ആണ് കൊടുക്കണം. കാരണം ഫോർത്ത് ക്വാഡ്രന്റിൽ എന്ത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? ഫോർത്ത് ക്വാഡ്രന്റിൽ സീക്കും കോസും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് കൊസീക്ക് എന്താണ്? കൊസീക്ക് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 13 by 12. നെക്സ്റ്റ് ഫോർത്ത് എന്താണ്? ടാൻ എക്സ്. അവിടെ നിന്ന് നോക്കൂ നിങ്ങൾ, ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 by 5 എന്ന് എഴുതാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് 12 by 5. പക്ഷെ ഇവിടെ എന്തിട്ട് കൊടുക്കണം? നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. കാരണം എന്താണ്? എക്സ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അടുത്തത് ഫിഫ്ത്ത് എന്താണ്? ഫിഫ്ത്ത് കോട്ടെക്സ്. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ -5 by 12. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഈ 5 ഫംഗ്ഷനും
നമുക്ക് കിട്ടിക്കഴിഞ്ഞ്. നിങ്ങൾക്കെല്ലാം ഇത് ഈ രീതിയിലുള്ള 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ട്, ചെയ്യാൻ വേണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം എടുത്ത റിസൾട്ട് ആയിരുന്നു സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്, കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ടാൻ ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ടാൻ എക്സ്, cosec of negative x equal to negative cosec x, sec of negative x equal to negative sec x, cot of negative x equal to negative cot x. Sec of negative x equal to sec x ആണ്, cot of negative x equal to negative cot x. ഓക്കെ, cos of negative x എന്താണ്? cos ആണ്, cos x ആണ്. sec of negative x എന്താണ്? sec x ആണ്. ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവ് കൂട്ടി അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ എ എസ് ടി സി എന്ന് പറഞ്ഞ എ മീൻസ് ഓൾ പോസിറ്റീവ്, എസ് മീൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ് സൈനും പോസിറ്റീവാണ്, അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവാണ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ എ എസ് ടി, ടി എന്ന് പറഞ്ഞാൽ ടാനും പോസിറ്റീവ്, കോട്ടും പോസിറ്റീവ്, ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവാണ്. ഇനി എ എസ് ടി സി ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും പോസിറ്റീവ്, സീക്കും പോസിറ്റീവ്, ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.